ഈ യഹൂദനുണ്ടാക്കിയ ഷീഇസം, അതിൻ്റെ വക്താക്കൾ എല്ലാ കാലത്തും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉപദ്രവമല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ വിശ്വാസങ്ങളിലേക്ക്, അവരുടെ അടിസ്ഥാന ആദർശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ പ്രിയമുള്ളവരെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഖീദ വിശ്വാസമെന്നാൽ ഇമാമത്ത് വാദമാണ്. എന്താണ് ഇമാമത്ത് വാദമെന്നാൽ? 12 ഇമാമിങ്ങളിൽ വിശ്വസിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളായി നമുക്ക് പഠിപ്പിച്ച ആ 5 സ്തംഭങ്ങളെ മാറ്റിമറിച്ച് അതിലേക്ക് കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നു അവർ. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് തുടങ്ങുന്ന ഹദീസ് നമുക്ക് സുപരിചിതമാണ്. അതേ ലഫ്ദ്, അതേ വാചകം ഉപയോഗിച്ചുകൊണ്ട് ഷിയാക്കളുടെ സഹീഹുൽ ബുഖാരി എന്ന് പറയപ്പെടുന്ന അൽ കാഫി എന്ന കീറ കിതാബിൽ അവർ ഹദീസുകളാണ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറയുകയാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർക്കപ്പെട്ടത് 5 കാര്യങ്ങൾക്ക് മുകളിലാണ്. അല സ്വലാത്തി വസ്സകാത്തി വസ്സൗമി വൽ ഹജ്ജ് വൽ വിലായ, നിസ്കാരത്തിന്റെ കാര്യം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. 5-മത്തത് വിലായത്താണ്. എന്താണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ? ഇമാമത്ത്, 12 ഇമാമിങ്ങളെ അനുസരിക്കൽ, അംഗീകരിക്കൽ, അവരിൽ വിശ്വസിക്കൽ. എന്താണ് ഇവിടെ കുറഞ്ഞു പോയത്? ഒന്ന് പറഞ്ഞു നോക്കൂ. ആ ഹദീസ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന ഹദീസിന്റെ ബാക്കി എന്താണ്? ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണെങ്കിൽ ആ ഷഹാദത്തിന് പകരം വിലായത്ത് കടത്തിക്കൂട്ടി. എന്നിട്ട് പറയുകയാണ്, വലം യുനാദി ബിശൈഇൻ കമാ നൂദിയ ബിൽ വിലായ, ഈ വിലായത്തിലേക്ക് വിളിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിന്റെ ബാക്കി പറഞ്ഞ മറ്റൊരു കാര്യങ്ങളിലേക്കും വിളിക്കപ്പെട്ടിട്ടില്ല. ഫഅഖദ അന്നാസു ബിഅർബഇൻ വതറകു ഹാദിഹി, എന്നാൽ ജനങ്ങൾ 4 എടുത്തു, 5-മത് പറഞ്ഞ വിലായത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. അഥവാ ഷിയാക്കളല്ലാത്ത ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും ഈ 4 എടുത്തു, ഷഹാദത്തും എടുത്തു, വിലായത്ത് എടുത്തില്ല. എന്താണ് സഹോദരങ്ങളെ വിലായത്ത് എടുക്കാത്തവന്റെ അവരുടെ അടുക്കലുള്ള വിധി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറയുകയാണ്, വിലായത്ത് അംഗീകരിക്കാത്ത, വിലായത്തിനെ നിഷേധിക്കുന്ന ഒരാളെ കുറിച്ച് അവരുടെ വിശ്വാസം എന്തെന്നാൽ അവർ തന്നെ പറയട്ടെ, ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാൻ, ളാല്ലുൻ, വഴികേടിലായവനാണ്, മുസ്തഹിഖുൻ ലിൽ ഖുലൂദി ഫിന്നാർ, ശാശ്വതനായി നരകത്തിൽ കിടക്കാൻ അർഹതപ്പെട്ടവനുമാണ്.